ക്രൈസ്തവ സഭയ്ക്കും ദേവാലയങ്ങൾക്കുമെതിരെയുള്ള പൈശാചിക ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗയാനയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്ന ബിഷപ്പ് ഫ്രാൻസിസ് അലേനെ മാനസിക രോഗിയായ ഒരാൾ ആക്രമിച്ചു. അതോടൊപ്പം പോർച്ചുഗലിൽ കുർബാനയ്ക്കിടെ യുവാവ് പ്രസംഗപീഠത്തിൽ അതിക്രമിച്ചു കയറി വന്ന് വിദ്വേഷ പ്രസംഗം നടത്തുകയും ചെയ്തു. ജോർജ് ടൗണിലെ കത്തീഡ്രൽ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷനിലാണ് ബിഷപ്പിനെതിരെ അക്രമം നടന്നത്. ബിഷപ്പ് അല്ലൈനും ഡീക്കനായ ഫ്രാൻസിസും ഓൺലൈനിലൂടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് അക്രമി ബലിപീഠത്തിനടുത്തേക്ക് വരികയും ബിഷപ്പിനെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തുവാൻ തുടങ്ങിയതും. അക്രമിയുടെ കയ്യിൽ മൂർച്ചയേറിയ ആയുധവും ഉണ്ടായിരുന്നു. ബിഷപ്പ് ആക്രമിക്കപ്പെട്ട വിവരം ഓൺലൈനിലൂടെ തന്നെയാണ് പുറംലോകം അറിഞ്ഞത്. ബിഷപ്പിനെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ കിടന്നിരുന്ന മോതിരവും മാലയും ഇയാൾ ബലം പ്രയോഗിച്ച് കരസ്ഥമാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുർബാന പുസ്തകമായ തക്സ എടുത്തുകൊണ്ടു പോവുകയും അക്രമി ചെയ്തു. അക്രമിയെ താൻ വിധിക്കുന്നില്ലെന്നായിരുന്നു ബിഷപ്പ് സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. എന്നാൽ അക്രമിയുടെ ചെയ്തികൾ ആരുടെയോ സ്വാധീനത്തിലെന്ന പോലെയായിരുന്നുവെന്നും അയാളെ എന്തോ ഒരു ശക്തി നിയന്ത്രിച്ചിരുന്നതായി തോന്നിയതായും ബിഷപ്പ് അല്ലൈൻ പറഞ്ഞു. സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം പോർച്ചുഗലിലെ ഹോളി ഫാമിലി ദേവാലയത്തിലും സംഭവിച്ചത്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഒരു യുവാവ് പ്രസംഗപീഠത്തിൽ കയറി വരികയും വൈദികനോട് കയർത്ത് സംസാരിക്കുകയും ആഫ്രിക്കയിലുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കെതിരായി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു. ഹോളി ഫാമിലി ഇടവകയുടെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിലൂടെ വിശുദ്ധ കുർബാന ഓൺലൈനായി സംപ്രേഷണം ചെയ്യുന്നതിനിടയിലാണ് യുവാവ് അതിക്രമം കാണിച്ചത്. കുർബാനയ്ക്കിടയിൽ സങ്കീർത്തനം ചൊല്ലുകയായിരുന്ന വിശ്വാസിയെ തട്ടിമാറ്റിയാണ് യുവാവ് പ്രസംഗപീഠത്തിലേക്ക് കയറി വന്ന് വിദ്വേഷ പ്രചാരണങ്ങൾ ആരംഭിച്ചത്. ഇത് തടുക്കാൻ ശ്രമിച്ച ഇടവക വൈദികനായ ഫാദർ ലൂസിയാന ഒലിവിയറയോട് ഇയാൾ കയർത്ത് സംസാരിക്കുകയും മിണ്ടാതിരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ക്രൈസ്തവർ ആഫ്രിക്ക വിടണമെന്നും അവിടുത്തെ ക്രൈസ്തവരെ ഒഴിവാക്കിയതിനു ശേഷം പുതിയൊരു ആഫ്രിക്ക നിർമ്മിക്കണമെന്നും ഇയാൾ പറഞ്ഞു. ഇതേ തുടർന്ന് വൈദികൻ പുറത്തുപോയി പോലീസിനെ വിളിക്കുകയുമായിരുന്നു. പോലീസ് എത്തിയപ്പോൾ താനൊരു രോഗിയാണെന്നും ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് ഇയാളെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. അയാൾ സൃഷ്ടിച്ച അസ്വസ്ഥതയൊഴിച്ചാൽ വേറൊന്നും സംഭവിച്ചില്ലെന്ന് ഫാദർ ഒലിവിയറ പറഞ്ഞു. അക്രമിയുടെ കയ്യിൽ തോക്കുപോലുള്ള എന്തെങ്കിലും മാരകായുധമുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേനെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളും ഇറാഖുമെല്ലാം ഇതിന്റെ തെളിവുകളാണ്. ഒട്ടനവധി ക്രൈസ്തവ വിശ്വാസികളാണ് ലോകമെമ്പാടും മതപീഡനങ്ങളെ നേരിടുന്നത്. ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയ്ക്കെതിരെയും അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്തരം ആശങ്കയുളവാക്കുന്ന സംഭവങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.